ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളോ? എനിക്കും അങ്ങനെയാ. നിങ്ങളോട് ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരി, പക്ഷെ നിങ്ങളുടെ ടെൻഡറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. അറിഞ്ഞെന്ത് ചെയ്യാനാ? ലതാ മങ്കേഷ്കർ എന്തെങ്കിലും ടാറ്റയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവരവരുടെ പ്രൊഫഷനിൽ ഇരുന്നാ മതി. എന്നാലും ചില സമയത്ത് എന്റെ പ്രൊഫഷൻ മാത്രമല്ല മറ്റു പ്രൊഫഷനും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എങ്കിലൊരു സത്യം എന്നോട് പറയൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും. നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് ഓർത്ത് എന്തെങ്കിലും നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾക്കോ? എന്തിനാ അതൊക്കെ? ഓൾറെഡി നിങ്ങൾ നല്ല ടയേർഡാ. ആക്ച്വലി ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഇതുവരെ എനിക്ക് ഉത്തരം തന്നതേയില്ല. ഓ, അത് ശരിയാണല്ലോ. സോറി. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? പൊതുവേ നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇമോഷൻ ഇല്ലാത്തവരാ. അത് തെറ്റാണ്. സോറി? കല്ലിനെയും മണ്ണിനെയും പറ്റി ചിന്തിക്കുന്നവര് പ്രേമിക്കാൻ പാടില്ലെന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നെ പ്രേമിക്കുന്നുണ്ടോ? ഞാൻ ആ രീതി ബിഹേവ് ചെയ്തോ? ഒരിക്കലും അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒരു ഭാഗ്യവതിയാ. നിങ്ങൾ വളരെ ക്ഷമയും കാര്യപ്രാപ്തിയുള്ള ഒരു ജെന്റിൽമാനാണ്. എന്നെ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല, പറഞ്ഞേക്കാം. നോക്കരുതെന്ന് പറഞ്ഞ പിന്നെ പക്ഷെ സത്യം പറഞ്ഞേ മതിയാവും. പറയൂ. ഞാൻ എന്താ പറയാൻ വരുന്നേന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലായിട്ടോ അറിയാത്ത പോലെ അഭിനയിക്കുക. നിങ്ങൾ ആള് സ്മാർട്ടാണ്. നിന്നെക്കാളും സ്മാർട്ടാണോ? അതെയോ? എന്റെ കണ്ണിൽ നിങ്ങളാണ് സ്മാർട്ട്. എന്നെ മജീഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ടെൻഡർ ബിഡിങ് ചെയ്യുന്നതിൽ ഞാനൊരു മജീഷ്യൻ ആണെന്ന്. ഓ, അപ്പൊ നിങ്ങൾ ടെൻഡർ ബിറ്റിംഗ് ചെയ്യുന്ന മജീഷ്യനാണോ? അപ്പൊ നിങ്ങൾ ബെഡില് എത്രത്തോളം മജീഷ്യൻ ആണെന്നൊന്ന് കാണട്ടെ.